എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എനിക്ക് തനി നാടൻ വഴുതനങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു 3 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഒരു 1/2 കിലോ അളവാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്ക് വഴുതനങ്ങ ഉപ്പേരി ഉണ്ട് ഞാൻ ഇവിടെ വെക്കാൻ പോകുന്നത്. തനി നാടൻ രീതിയിലാണ് നമ്മുടെ ഈ വഴുതനങ്ങ ഉപ്പേരി വെക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണെന്ന് എനിക്ക് അറിയാം കേട്ടോ. എങ്കിലും ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ്. വളരെ സിമ്പിളായിട്ടാണ് വെക്കുന്നത്. ഞാൻ മസാല ഒന്നും ഇടുന്നില്ല. വളരെ സിമ്പിളായിട്ട് നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള തനി നാടൻ വഴുതനങ്ങ ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതവിടെ നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്താണെങ്കിൽ നീളത്തിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നാടൻ വഴുതനങ്ങയാണല്ലോ. അപ്പോൾ വെളിച്ചെണ്ണയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ കടുകും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു മീഡിയം ടൈപ്പിലുള്ള ഒരു സവാളയും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത് അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ സവാള ചേർക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു 4 പച്ചമുളകും അതേപോലെ തന്നെ 2 തണ്ട് കറിവേപ്പില നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഈ നാടൻ കറിയാണ് കേട്ടോ. നമ്മുടെ ചോറിനോടൊപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ചോറിനോടൊപ്പം നല്ല ഏതിനോടൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് കേട്ടത്. നമ്മൾ ഉള്ളി ഒരുപാടൊന്നും വഴറ്റി ഇതാക്കി എടുക്കേണ്ട കാര്യമില്ല. ഇത്രയും മതിയിട്ടായത്. അപ്പോൾ ഇതിലോട്ട് നമ്മുടെ വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ വഴുതനങ്ങ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഏത് വഴുതനങ്ങ ഈ രീതിയിൽ ചെയ്തെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അത്. നമ്മുടെ വഴുതനങ്ങ ഒരു 3-4 പ്രാവശ്യം കഴുകിയിട്ട് ഞാൻ വെള്ളമൊക്കെ കളഞ്ഞിട്ട് മാറ്റി വെച്ചതാണ്. വെള്ളം ഒന്നും തന്നെ അതിലോട്ട് ഒഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ലോട്ട് മീഡിയം ഫ്ലെയിമിലാണ് നമ്മുടെ ഈ വഴുതനങ്ങ വേവിക്കാനായിട്ട് വെക്കുന്നത്. വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ആവിയിൽ വെച്ചിട്ടാണ് നമ്മുടെ ഈ വഴുതനങ്ങ വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഞാൻ മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ മതിയാവും. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ കാണുന്ന ക്വാണ്ടിറ്റി അല്ല, കുറച്ചുകൂടി കുറയും നമ്മുടെ വഴുതനങ്ങ. അപ്പോൾ ഒരു ടീസ്പൂണാണ് ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ ചേർത്ത് പറഞ്ഞാൽ നമ്മുടെ ഉപ്പ് പുളിക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് വേണ്ട. ഈ 1 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതങ്ങനെ ചുരുങ്ങി വരുമല്ലോ. അപ്പോൾ ഈ ഒരു അളവ് മതി നമ്മുടെ ഉപ്പ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ നാടൻ വഴുതനങ്ങ കുറേ മസാലകളൊന്നും ചേർത്ത് വെക്കുന്നതിനേക്കാളും നല്ലത് നാടൻ രീതിയിൽ കഴിക്കുന്നതിനോടാണ് കേട്ടോ. എനിക്കിഷ്ടം നമ്മുടെ ചൂട് കഞ്ഞിയോടൊക്കെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് കേട്ടോ. ഇനിയും അതേപോലെ തന്നെ വഴുതനങ്ങ ഉപ്പേരി നല്ല ടേസ്റ്റാണ് കേട്ടത്. നല്ല കോംബോയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും വേണ്ടോളൂ. ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു തട്ട് വെച്ചിട്ടൊന്ന് അടച്ച് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് നേരത്തൊന്ന് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം കേട്ടോ. ആവറേജ് ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം. നമ്മൾ വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്ക് നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇത് അടിപ്പിടിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം. വെള്ളമൊന്നുമില്ല. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ആവി കിടന്നിട്ട് നമ്മുടെ വഴുതനങ്ങ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഒരിത്തിരി നേരം കൂടി നമുക്കൊന്ന് അടച്ചിട്ട് വേവിക്കണതുണ്ട്. കുറച്ചും കൂടി ഒന്ന് ആവാനുണ്ട് കേട്ടോ. ഞാനൊന്ന് ഉപ്പ് നോക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ കറക്റ്റാണ്. ഇനി ഇടേണ്ട ആവശ്യം വന്നിട്ടില്ല. അതല്ല കൂടുതലും ഇല്ല കേട്ടോ. കറക്റ്റാണ്. അപ്പം നമുക്കിനി ഒന്നും കൂടി ഒന്ന് അടച്ചിട്ട് വേവിക്കണം. വീണ്ടും അതേപോലെ 2 മിനിറ്റ് ഒന്ന് അടച്ചിട്ട് വേവിക്കാം നമുക്ക്. അത് നമ്മുടെ വഴുതനങ്ങ വെച്ചിട്ട് കുറച്ച് നേരമായിട്ടുണ്ട്. 2-3 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ വഴുതനങ്ങ നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കുഴഞ്ഞിട്ടും ഇല്ല. നല്ലവണ്ണം കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തനി നാടൻ വഴുതനങ്ങ ഉപ്പേരി ഇതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചോറാണെങ്കിലും വേണ്ടില്ല, ചൂട് കഞ്ഞിയാണെങ്കിലും വേണ്ടില്ല, ഇതിനോടൊപ്പം കഴിക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു വഴുതനങ്ങ ഉപ്പേരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.